നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. എൻ്റെ പേര് മിനിമോൾ ബേബി. ഞാൻ എലഞ്ഞിന്നാണ് വരുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് ചർച്ച് എഴുവകാംഗമാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഒരു സാക്ഷ്യമാണ്. അതെന്ന് പറഞ്ഞാൽ, ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 9 ഇയേഴ്സോളമായി. 7 ഇയേഴ്സായിട്ട് ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി എനിക്ക് OET എന്നുള്ളൊരു സ്വപ്നമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് എന്നെക്കൊണ്ടാകും എന്നുള്ള ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ IELTS ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടില്ല. പിന്നെ ഞാൻ OET പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിലൂടെയാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞത്. കാരണം OET പഠിക്കാൻ തുടങ്ങി യൂട്യൂബിലൂടെ ഓരോ പോർഷൻസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്. അപ്പം എനിക്കൊരു താല്പര്യം, എന്താണെങ്കിലും റിസൈൻ വെക്കാം. പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം, എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പേടിയാണ്. ഞാൻ ആവറേജ് സ്റ്റുഡൻ്റാണ്. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. എനിക്ക് ഏത് ഇംഗ്ലീഷ് എക്സാമിൻ്റെ തലേന്നും എനിക്ക് ടെൻഷനാണ്. ഞാൻ ഏറ്റിരുന്ന് ഞെട്ടി എണീക്കും ഉറക്കത്തിലാണേലും. ടിൽ 12th ഞാൻ അങ്ങനെയായിരുന്നു. എൻ്റെ മമ്മിക്കും അറിയാം ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന്. അപ്പം എപ്പോഴും മമ്മിയായിരുന്നു എന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഗ്രാജുവലി അതിൽ നിന്ന് കൺവേർട്ടായി കുഴപ്പമില്ലാതായി വരുമായിരുന്നു. പക്ഷേ എപ്പോഴും ഇംഗ്ലീഷ് എന്ന് കേട്ടാൽ എനിക്ക് പേടിയാണ്. പിന്നെ ഞാൻ ചോദിച്ചു, മാതാവേ, ഞാൻ ഇങ്ങനെയാണ്, എങ്ങനെ എൻ്റെ OET എക്സാം പാസ്സാകും? അപ്പോൾ ഞാൻ എപ്പോഴും അടയാളം ചോദിക്കുന്ന ഒരു ആളാണ്. ഞാനപ്പം എനിക്കൊരു അടയാളം കിട്ടണേ എൻ്റെ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ജോസഫച്ചനെ പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ സമയത്ത് എനിക്കൊരു സൗണ്ട് കേൾക്കുവാണ്. അത് ഉറക്കത്തിലാണ്, പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി ഉറങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്കും എനിക്ക് അച്ഛൻ്റെ ഒരു സൗണ്ട് കേട്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ കൃപാസനത്തിൽ സംതിങ് ഈസ് ദെയർ. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഞാൻ റിസൈൻ വെച്ചു. 7 കൊല്ലമായിട്ട് എനിക്ക് സൗദിയിലെ പേപ്പർ വർക്ക്, ആരൊക്കെ സൗദിയിലുണ്ടോ എല്ലാവർക്കും അറിയാം, ഒരിക്കലും നമ്മുടെ പേപ്പർ വർക്ക് എളുപ്പം കഴിയേല. പക്ഷേ എനിക്ക് ഒറ്റ മാസം കൊണ്ട് എൻ്റെ റിസൈൻ്റെ പേപ്പറുകളെല്ലാം, ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് 3-4 പേപ്പറുകൾ ആ ഓഫീസേഴ്സ് എനിക്ക് വേണ്ടി തരികയാണ് എൻ്റെ കയ്യിലേക്ക്. എല്ലാവരും ഞെട്ടിപ്പോയി, എങ്ങനെ ഈ സൗദിയിലെ പേപ്പർ ഇത്ര പെട്ടെന്ന് എൻ്റെ ക്ലിയർ ചെയ്തു എന്ന്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. ഇതെൻ്റെ 5ാമതാണ് ഞാൻ പുതുക്കിയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ മാതാവിൻ്റെ കൂടെ ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ എന്താണെങ്കിലും പഠിക്കാതെ പ്രാർത്ഥനയിൽ തന്നെ നിന്നാൽ ശരിയാകിയല്ല. പക്ഷേ ഒത്തിരി സാഹചര്യങ്ങൾ എനിക്ക് എതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് എന്നെ കളിയാക്കാൻ തുടങ്ങി. ഒത്തിരി സംസാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ പറഞ്ഞു, മാതാവേ, നിൻ്റെ കൂടെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്, നീ എനിക്കിത് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 4ാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് സ്കോർ വന്നത് 2 400, അതും സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. ഏറ്റവും പേടിയുള്ളൊരു സബ്ജക്റ്റുകൾ എനിക്ക് 400, അതിൻ്റെ 1 370. അപ്പോൾ ഞാൻ ചോദിച്ചു, പക്ഷേ എൻ്റെ റീഡിങ്ങിന് എനിക്ക് സ്കോർ കുറഞ്ഞു പോയി, C ആയിപ്പോയി. ഞാൻ ചോദിച്ചു, മാതാവേ, ഇവിടം വരെ എത്തിച്ചിട്ട് നീ എന്നെ, അപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവ് കൈവടിയേല. പിന്നെ ഞാൻ ഉടനെ തന്നെ അടുത്ത റീഡിങ് തന്നെ എഴുതാൻ പറ്റും ന്യൂസിലൻഡിലാണെങ്കിൽ. പക്ഷേ എനിക്ക് ആ ന്യൂസിലൻഡ് തിരഞ്ഞെടുക്കാൻ പേടി. പക്ഷേ എനിക്ക് അടയാളങ്ങളിലൂടെയും എൻ്റെ ഫ്രണ്ട്സ് വഴിയും ഞാൻ എപ്പോൾ കൃപാസന പത്രം തുറന്നാലും എനിക്ക് കാണുന്നത് ന്യൂസിലൻഡെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഈ ന്യൂസിലൻഡ്? അത് ആ സാക്ഷ്യമാണ്. ഒരിക്കലും ഒരു പഠനത്തെ പറ്റിയോ ഒന്നിനെ പറ്റിയോ അല്ല, ഏതെങ്കിലും ഒരു അമ്മച്ചിമാരുടെ അല്ല അപ്പച്ചന്മാരുടെ. ഞാൻ പിന്നെ വീണ്ടും ട്രൈ ചെയ്തു. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ എനിക്ക് ന്യൂസിലാൻഡാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ചു ഇത് മാതാവിൻ്റെ ഇടപെടലാണ്. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അങ്ങനെയാണ് എനിക്ക് ഈ റീഡിങ്ങിന് എനിക്ക് സ്കോർ തന്ന് എനിക്ക് B കിട്ടണം. അങ്ങനെയാണ് ഞാൻ ന്യൂസിലാൻഡ് തന്നെ തിരഞ്ഞെടുക്കും, ഇല്ലെങ്കിൽ ഞാൻ വേറെ കൺട്രി മാറ്റി നോക്കും. എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു. അപ്പം എനിക്ക് ഓൾറെഡി എക്സാം ഭയങ്കര പാടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ 360 എന്ന് പറഞ്ഞാൽ B ഗ്രേഡാണ്. ഇപ്പോൾ ഹോൾ B ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും നടക്കുകയില്ലാന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. പക്ഷേ അത് എല്ലാവരും എൻ്റെ സ്കോർ കേട്ട് ഞെട്ടി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സ് വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ മെയ് മാസം ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്കൊരാഗ്രഹം. എല്ലാവരും പറയുന്നു 1 ഇയർ എടുക്കും ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാമെന്ന്. എനിക്കൊരാഗ്രഹം 4 മാസം കൊണ്ട് ഈ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കി തരണമേ. അതിൻ്റെ ഇടയ്ക്കാണ് വലിയ അത്ഭുതങ്ങളും നടന്നത്. എൻ്റെ പേപ്പറുകളെല്ലാം പെട്ടെന്ന് നേരെയാകുന്നു. എനിക്ക് ഗ്യാപ്പ് വന്നു 1 ഇയർ. പക്ഷേ എൻ്റെ കൂടെ ഗ്യാപ്പ് വന്നവരുടെ പോലും ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. കേസ് മാനേജർ ആകുന്ന സമയത്ത്, അത് ഈ പ്രോസസ്സ് നടത്തുന്നവർക്കറിയാം, ആ സമയത്തെല്ലാം വരുന്ന കേസെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, മാതാവി, എൻ്റെ കേസ് മാനേജറായിട്ട് നീ തന്നെ വരണം, അതെനിക്ക് തെളിവ് കാണിച്ചു തരണം. എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നു, നീ 22 കഴിഞ്ഞ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ആൻഡ്രിയ എന്നുള്ള പേരിലാണ് എനിക്ക് കേസ് മാനേജർ വന്നത്. അപ്പോൾ എനിക്ക് തീരുമാനിച്ചു എൻ്റെ കാര്യത്തിൽ മാതാവ് ഇടപെട്ടു. 3ാം ഭാഗം എനിക്ക് DL വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പ്രോസസ്സ് പിന്നെയും ഫാസ്റ്റായി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക്
പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ പറയും, മാതാവേ ഒരു പരീക്ഷണം വന്നാൽ എനിക്ക് അടുത്ത 2 സ്കോർ അല്ലെങ്കിൽ 2 പോയിൻ്റ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അതായിരുന്നു എൻ്റെ ഒരു കാര്യം. പരീക്ഷണം വന്നപ്പം, അതായത് എൻ്റെ കോളേജുകളിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം എന്നൊരു ഫോമുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് TB ഗോൾഡിൻ്റെ ടെസ്റ്റ് ചെയ്യണം. TB ഗോൾഡ് വന്നു പോസിറ്റീവ്. ഞാൻ ചോദിച്ചു, മാതാവേ ഇവിടെ എത്തിച്ചു, ന്യൂസിലാൻഡിൽ എത്തിച്ചിട്ടില്ല, TB ഗോൾഡിൽ ഞാൻ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും എനിക്ക് ഉടനെ അവർ എക്സ്റേക്ക് എന്നെ വിട്ടു. പക്ഷേ എക്സ്റേ നോർമലാണ്. ഡോക്ടർ പറയും, എക്സ്റേ നോർമൽ ആകുന്നതിന് മുമ്പ് തന്നെ ആ ലാബിലെ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഷാഡോ കാണുന്നുണ്ട്, നമുക്ക് നോക്കാം, നിന്നെ ഞാൻ എന്താണേലും ഒന്നുകൂടെ ഞങ്ങൾക്ക് TB ഗോൾഡ് ടെസ്റ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. പിന്നെ നേരെ ഞാൻ അപ്പോഴത്തേക്കും മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് വിശ്വാസമുണ്ട് നിന്നിൽ, പക്ഷേ എനിക്ക് ഒരു ചെറിയ അടയാളം കാണിക്കണം, ഇതിനൊരു ചേഞ്ച് വരും എന്നുള്ളത്. ഞാൻ പോയ ഡോക്ടർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ എക്സ്റേ മെയിൻ ഡോക്ടറിനെ കാണിക്കണം, ഇപ്പം തന്നെ കാണിക്കണം. പുള്ളി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നു, വിളിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇതിൻ്റെ കാര്യത്തിൽ മാതാവ് ഇടപെട്ട് കഴിഞ്ഞു എന്ന്. എനിക്ക് TB ഗോൾഡ് അപ്പം ഞാൻ വീട്ടിൽ ചെന്നു, എനിക്ക് ലാബിൽ നിന്ന് കോള് വന്നു, മോളുടെ എക്സ്റേ നെഗറ്റീവാണ്, ഒരു കുഴപ്പമില്ല, പക്ഷേ എന്താണെങ്കിലും TB ഗോൾഡിൻ്റെ ടെസ്റ്റ് നെഗറ്റീവ് വരാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്നു, അച്ഛനെ കണ്ടു, അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. അച്ഛൻ്റെ ആ 34 വർഷത്തെ അച്ഛൻ്റെ കുർബാനയുടെ ശക്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലൂടെ എന്തോ ഒന്ന് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇതെൻ്റെ നെഗറ്റീവ്, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സ് കാണിക്കുവാൻ നെഗറ്റീവ് വരുവാണ്. അങ്ങനെ എൻ്റെ റിസൾട്ട് നെഗറ്റീവ് വന്നു. ഇപ്പോൾ അതിൻ്റെ പുറകെ അപ്പം ഞാനൊരു 2 ദിവസത്തേക്ക് ചെറിയൊരു ടെൻഷൻ, എല്ലാവരും ഉണ്ടാകുന്ന പോലെ ടെൻഷൻ അടിച്ചു. പിന്നെയാണ് ഞാൻ ഉടനെ അറിയുന്നത്, എനിക്കൊരു കോളേജിൽ നിന്ന്, ഞാൻ കൊടുത്ത ഒരു കോളേജിൽ നിന്ന് എനിക്ക് കോള് വന്നു. അവർ പറഞ്ഞു, ഇൻ്റർവ്യൂവിന് റെഡി ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് റെഡി ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ മാരേജ് വരുവാണ് ഈ മാസം 21, 26. പക്ഷേ എനിക്കത് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യം റെഡി അല്ലെന്ന് പറഞ്ഞു. പിന്നെ ഉടനെ 16-ന് ആണ് എനിക്ക് ഈ 16-നാണ് എനിക്ക് അവിടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പം ഉടനടി ഇവർ എനിക്ക് തന്ന സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, ഫസ്റ്റ് നിൻ്റെ പ്രീ അസസ്മെൻറ്റ് ഇൻ്റർവ്യൂ നടക്കട്ടെ. ഇൻ്റർവ്യൂവിൽ വന്നു, എനിക്ക് കിട്ടി. എനിക്ക് സ്പോൺസർഷിപ്പാണ്, അതായത് നമ്മൾ അറൗണ്ട് 6 lakhs-ഓളം എമൗണ്ട് എനിക്ക് ആ കോഴ്സിന് പേ ചെയ്യും. പക്ഷേ അവർ എനിക്ക് വേണ്ടി ആ കോഴ്സ് 6 lakhs പേ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവർ എനിക്ക് വർക്ക് വിസയ്ക്കുള്ള ഓഫർ തന്നു. ഇപ്പം എനിക്ക് ജോബോടെയാണ് ഞാൻ പോകുന്നത്. എല്ലാവർക്കും ടെൻഷനാണ്, ന്യൂസിലാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ജോബ് കിട്ടാൻ ഇച്ചിരി ഒരു ടൈറ്റ് സിറ്റുവേഷനാണ് ഇപ്പം. പക്ഷേ ഇപ്പം ഞാൻ ഇവിടുന്ന് സെക്യൂർ ആയിട്ടാണ് പോകുന്നത്. അതും ഇത് മുഴുവനും മാതാവിൻ്റെ ഇടപെടൽ. കാരണം ഇതിനകത്ത് പ്രത്യേകമായിട്ട് മാതാവിൻ്റെ ഇടപെടൽ ഞാൻ കണ്ടത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എനിക്ക് കാണിച്ചു തരണം ഒരു കോളേജ്. ഞാൻ എന്തുണ്ടെങ്കിലും ഉടനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടും, പിറ്റേ ദിവസം എനിക്ക് ആൻസർ കിട്ടും. ഞാൻ നോക്കിയപ്പോഴത്തേക്കും എലിസബത്ത് നോക്സ് എന്നാണ് എൻ്റെ കോളേജിൻ്റെ പേര്. അതിൽ തന്നെ എലിസബത്ത് മാതാവുമായിട്ട് റിലേറ്റഡ്. പിന്നെ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, മാതാവേ അവൻ്റെ അടുത്തൊരു പള്ളി വേണം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു. ആ ഫ്രണ്ട് പറഞ്ഞു, എടി തൊട്ടടുത്ത് 3 മിനിറ്റ് നടന്നാൽ മതി, അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളി, അത് മദർ മേരിയുടെ പള്ളി. എനിക്ക് ഉറപ്പായി ഇത് മാതാവ് സെലക്ട് ചെയ്ത സ്ഥലം, ഞാൻ അവിടെ എത്തും. ഇപ്പം എൻ്റെ വിസയ്ക്ക് വെച്ചിരിക്കുകയാണ്. വിസ ഇന്നല്ല നാളെ വരുന്നു. ഉടനെ ടിക്കറ്റ് എടുക്കണം, 16-ന് അവിടെ ചെല്ലണം. എല്ലാം മാതാവിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിരിക്കുന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ സെക്കൻഡ് സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് മോഷൻ പാസ് ചെയ്യുന്നിടത്ത് പെയിൻ ആയിരുന്നു, കൊളോസ്കോപ്പി ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, മാതാവേ എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നു, മാതാവേ നീ ഒരു സർജറി കൂടരുത്, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട, അതുപോലെ തന്നെ സർജറിയും വേണ്ട, ട്രീറ്റ്മെൻറ്റും വേണ്ട, ഡയറ്റ് കൺട്രോൾ മാത്രം മതി. ഇതുപോലെ എൻ്റെ കുഞ്ഞ് 4 വയസ്സുണ്ട്. ഒരു ദിവസം കാറിൽ കയറിയപ്പോൾ അവൻ്റെ കൈ അവൻ കാറിൻ്റെ ഡോറിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, ഞാൻ ഡോർ അടച്ചു. കൊച്ച് ഞെട്ടിപ്പോയി, ഞങ്ങൾ എല്ലാവരും ഞെട്ടി. ഡോറ് എന്നിട്ടും കൊച്ചൊന്നും കരയുന്നില്ല. പെട്ടെന്ന് അവനൊരു വലിയ കരച്ചിൽ കരഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുക. ഞാൻ പെട്ടെന്ന് അത്രയും നാൾ ഞാൻ തൈലം എൻ്റെ കൂടെ കരുതിയിട്ടില്ല. ഞാൻ എപ്പോൾ പോയാലും കാശ് രൂപം കൊണ്ട്. പക്ഷേ തൈലം അന്ന് ഞാൻ പോകുന്ന യാത്രയ്ക്ക് മുമ്പ് തന്നെ എൻ്റെ തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് പെട്ടെന്ന് അപ്ലൈ ചെയ്തു. വിത്തിൻ 3 seconds ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുക. അതിൻ്റെ ആ കണ്ട റെഡ്നെസ് അത് ഫുൾ കംപ്ലീറ്റ്ലി മാറി. അതുകൂടാതെ ഞാൻ പ്രാർത്ഥിച്ച കുറേ പേരുണ്ട്. അതായത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന്, ഇപ്പം ഈ കൃപാസനത്തിൽ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും സങ്കടപ്പെടുന്ന കണ്ടാൽ ഞാൻ അവരുടെ കാര്യം, മാതാവ് എൻ്റെ കാര്യം മാറ്റിയിട്ട് നീ അവരുടെ കാര്യം നോക്കണേ എന്ന് പറയാനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനും. അതുകൂടാതെ എൻ്റെ അടുത്തുള്ള 2 ചേച്ചിമാർക്ക്, ഒരു ചേട്ടൻ്റെ ജീവിതം ഒരുവിധം തകർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ മോള് വിളിക്കുന്നില്ല, മിണ്ടുന്നില്ല. ആ ചേട്ടൻ തളർന്നു കിടക്കുന്ന, ഞാനത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ മോള് വിളിക്കുന്നുണ്ട്, മിണ്ടുന്നുണ്ട്, അത് ശരിയായി. അതുകൂടാതെ വേറൊരു ചേച്ചി ഞാൻ ഇതുപോലെ കൃപാസന പത്രം കൊടുക്കുന്ന സമയത്ത് ആ ചേച്ചി എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു, മോളെ എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം വേണം എന്ന്. ഞാൻ ഇത് രണ്ടും ഞാൻ ഇവാലുവേറ്റ്
ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ നമ്മളതിനെപ്പറ്റി റീചെക്ക് ചെയ്യണം. ഞാൻ ചെയ്തു അവരുടെ ഇപ്പോൾ ആ ചേച്ചിയുടെ ജീവിതത്തിൽ ആ ചേച്ചി ഇവിടെ മോൾ ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു, അതെല്ലാം അങ്ങനെ തന്നെ നടന്നു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു ഞാൻ ഏറ്റവും ആദ്യം മാതാവിന് വേണ്ടി വെച്ചിരുന്നത്. മാതാവിനോട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പം മാരേജിന് മുമ്പ് ഞാൻ വെച്ചിരുന്നത് അവന് UK പ്രോസസ്സ് നടക്കണേ എന്നായിരുന്നു. ഇപ്പം അവന് UK തന്നെ ഒരു പ്രപ്പോസൽ വന്നു. അവൻ്റെ മാരേജാണ് ഈ 21st ആൻഡ് 26th. പിന്നെ ഞങ്ങളുടെ ഒരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. സ്ഥലത്തിന് അറൗണ്ട് ഞങ്ങൾ കുറേ നാൾ എല്ലാവരും വന്ന് കാണും, ആർക്കും തന്നെ അതിന് മുന്നോട്ട് പോകുകയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിന്നെ മുന്നോട്ട് പോകുകയില്ല. ഇപ്പം ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് അച്ഛനെ കാണിച്ചു, ആധാരം ഇത് ചെയ്തു, അച്ഛൻ ബ്ലസ് ചെയ്ത് തന്നു. അതിന് പിറ്റേ ദിവസം 1 month കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ആ സ്ഥലം കച്ചവടമാക്കി. അത് നല്ലൊരു ദൈവവിശ്വാസമുള്ള ഒരാൾക്കാർ വന്നാണ് ആ സ്ഥലം മേടിച്ചിരിക്കുന്നത്. അങ്ങനെ എപ്പോൾ നോക്കിയാലും എനിക്ക് എൻ്റെ മുന്നിൽ മാതാവ് പോകുന്നുണ്ടെന്ന് എനിക്ക് ഒത്തിരി പ്രസൻസ് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു ബസ്സിൽ കയറുവാണെങ്കിൽ അവരുടെ ലോക്കറ്റ് കാണുന്ന, അവരുടെ കഴുത്തെ കിടക്കുന്ന മാലയിൽ ആ ലോക്കറ്റ് കാണും. ഇല്ലെങ്കിൽ ഞാൻ കയറുന്ന ബസ്സേ കാണും കൃപാസന മാതാവിൻ്റെ ഫോട്ടോ. എവിടെ തിരിഞ്ഞാലും മാതാവ് ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് പോകാം കേട്ടോ, ഈ ഒരു പറച്ചിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന എന്നെ ഈ സാക്ഷ്യപീഠത്തിൽ ഇവിടെ നിർത്തിയതിന് മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ഈശോ അപ്പച്ചനും 1000 നന്ദി ഞാൻ പറയുന്നു. അച്ഛൻ പറഞ്ഞ പോലെ കാരുണ്യ പ്രവർത്തികൾ ഞാനിപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളിൽ സന്ദർശിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. എന്തേലും എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ എന്നോട് ഈ പ്രോസസ്സിൻ്റെ കാര്യം ചോദിച്ചു അവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ എന്തൊരു സാഹചര്യം നമുക്ക് വന്നാലും അത് ഇപ്പം ഒരു നിമിഷം ഒരു ദിവസമെങ്കിലും എനിക്കൊരു സാക്ഷ്യം ഒരാളോട് പറയാതെ ഇരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ. ഇപ്പം ബസ്സൊക്കെ വെച്ച് കാണുവാണേലും തൊട്ടടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ കൃപാസനത്തെ പറ്റി അറിയാവോ. അപ്പം അത് അങ്ങനെയൊന്നും ചെയ്യുന്നൊരു വ്യക്തി അല്ലായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പത്രം പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നത് എനിക്കൊരു ചെറിയ മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാളുടെ മുന്നിൽ പത്രം കൊടുക്കുന്നതിനോ ഒരു സമൂഹത്തിന് മുന്നിൽ നിന്ന് പറയുന്നതിനോ അത് ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. പക്ഷേ ഇവിടെ നിന്ന് എന്നൊക്കെ ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് എന്നെക്കൊണ്ട് മാതാവ് പറയിപ്പിച്ചതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിലും മാതാവ് കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എപ്പോഴും അച്ഛൻ പറയുന്ന പോലെ കഴിഞ്ഞ ഈ ചൊവ്വാഴ്ചയിലെ ധ്യാനത്തിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞു മാതാവിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. അത് ശരിക്കും ഉള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയ് മാസമാണ് എൻ്റെ റിസൾട്ട് വന്നത്. ഇത് ഒക്ടോബർ മാസം എൻ്റെ പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിൽക്കുന്നു. ഇതെല്ലാം ഏകദേശം ഞാൻ പറഞ്ഞില്ലേ എല്ലാം മാതാവിൻ്റെ കൂടെയാണ്. മാതാവിൻ്റെ കയ്യൊപ്പ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്.